അപ്പോൾ ഈ അടുത്ത് ഒരു മനുഷ്യൻ ഇറങ്ങി ജനങ്ങള് പെട്ടെന്ന് കാണുമ്പോ എല്ലാരും തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന ചില വേഷവിധാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചിലര് മുടി വളരെ കൂടുതൽ നീട്ടി പെണ്ണുങ്ങളെ പോലെ മുടി വെക്കുക. അതൊരു വലിയ ബഹുമാനാണ് എന്നാണ് ചിലരുടെയൊക്കെ ധാരണ. ഇപ്പൊ ചില ചെറുപ്പക്കാരൊക്കെ അങ്ങനെ മുടി വെച്ചതായി കാണുന്നുണ്ട്. അത് ഇസ്ലാമിൽ അനുവദനീയം അല്ല. ഖുറൈമുൽ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മുടി നീണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുടി കുറെ നീട്ടിയാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും, ഇയാളൊരു വലിയ ആളാണോ. വിവരമില്ലാത്തവന് ചിലപ്പോൾ തോന്നും, വിവരമുള്ളവന് മനസ്സിലാവും ഇയാൾക്ക് വിവരമില്ല എന്ന് മനസ്സിലാവും. ഇതുപോലെ കുറെ മോതിരം ധരിക്കുക, അത് വേറൊരു പരിപാടിയാണ്. പല പണ്ഡിതന്മാരും അങ്ങനെ കുറെ മോതിരം ധരിക്കൽ ഹറാമാണ് എന്നാണ് ഇമാമിങ്ങൾ പലരും. ഒരു മോതിരം മാത്രമാണ് സുന്നത്ത്, അതും ചെറുവിരലിന്. വേറെ വിരലിന് മോതിരം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അത് വലത്തോ ഇടത്തോ ആകാം, വലത്താണ് കൂടുതൽ നല്ലത്. അപ്പൊ ചില വേഷവിധാനങ്ങൾ കൊണ്ടുവന്ന് അതിലൂടെ ജനങ്ങളെ ഇങ്ങോട്ട് മനസ്സ് തിരിക്കണം, ജനങ്ങളെ പിടിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളൊരു ചങ്ങാതി പരിശുദ്ധ ഖുർആൻ മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്ത് ഖുർആനിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു കടുത്ത വ്യാജനുണ്ട്. ആ വ്യാജനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഇത്തരം ഒരു സദസ്സിൽ പറയാൻ പോലും ഞാൻ മടിക്കുകയാണ്. അത്രയും ദീനിന് ഉപദ്രവം ചെയ്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു അമുസ്ലിം സഹോദരിയെ ഒരു മുസ്ലിമായ പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിവാഹ പരിപാടി എന്ന നിലക്കൊരു പരിപാടി നടത്തിയിട്ട് അവിടെ നിന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ്, മറ്റു മതത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് അതിന് യാതൊരു കുഴപ്പവും ഇല്ല, ഖുർആനും ഹദീസും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പച്ചക്കള്ളം. ഖുർആനിന്റെ പേരിൽ മുശ്രിക്കീങ്ങളെ നിക്കാഹ് ചെയ്യരുത്, മുശ്രിക്കാത്തിനെ നിക്കാഹ് ചെയ്യരുത്, മുശ്രിക്കിന് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നൊക്കെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ട് അതിന് ഘടകവിരുദ്ധമായി ഖുർആനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് ദീൻ നശിപ്പിക്കുന്ന ഒരു കടുത്ത വ്യാജം. അദ്ദേഹം ഖുർആനിന് അദ്ദേഹത്തിന്റെ വകയിൽ ചില പരിഭാഷ എന്ന പേരിലോ മറ്റോ ചില ഗ്രന്ഥങ്ങളും രചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരൊറ്റ മുതഅല്ലിമും മുസ്ലിമും അതൊന്നും വായിച്ച് പിഴച്ചു പോകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അവനിൽ നിന്നോ മറ്റോ ആകാം. ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിട്ടുണ്ട്, തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അന്യമതത്തിലുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഖുർആനിലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ആ ചെറുപ്പക്കാരനെ ഇരുത്തി കുറേ സമയം ഉപദേശിച്ചു കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വഴി കൊടുക്കുമാറാകട്ടെ. അതുപോലെ എല്ലാവർക്കും അള്ളാഹു ഹിദായത്തിന്റെ വഴി നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ പരിശുദ്ധ ഖുർആൻ ശരിയായ വിധത്തിൽ ഗ്രഹിക്കണമെങ്കിൽ ഇമാമിങ്ങളുടെ കിതാബുകൾ ഗ്രഹിക്കാൻ കഴിയണം. ഇമാമിങ്ങളുടെ കിതാബുകൾ ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നന്നായി നഹ്വും സർഫും മആനിയും ബദീഉം ബലാഗയും അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ നല്ല പാണ്ഡിത്യം നേടേണ്ടതുണ്ട്. അതിന്റെ തുടക്കമാണ് നമ്മുടെ ദർസുകളിൽ ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത്ത് ഫഅൽന എന്ന് തുടങ്ങിയിട്ട് സർഫ് പഠിക്കുന്നത്, അതുപോലെ നഹ്വ് പഠിക്കുന്നത്. അതൊക്കെ പഠിക്കുമ്പോ അതിന് വലിയ ഒരു മധുരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടൂല. അപ്പോൾ അത് പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം അത് ഭാഷ പഠിക്കാൻ, ഭാഷ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാകും, എങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പഠിക്കുക. അറബി ഭാഷ പഠിക്കാതെ ഒരു മനുഷ്യനും പണ്ഡിതനാകാൻ കഴിയില്ല.
അതുകൊണ്ട് നഹ്വ് സർഫ് പഠിക്കുക എന്നത് വളരെയേറെ അനിവാര്യമാണ്.